18-ാം തീയതി ഞായറാഴ്ച ഒരു പ്രത്യേക ഒരു ദിവസമായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പിടിച്ച ദിവസം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വിത്ര കൊണ്ടുപോക്ക് എന്ന് പറയും, പ്രസവിച്ചിട്ടുള്ള അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ പോയി ഒരു ഉച്ചയാവാനാകുമ്പോൾ എൻ്റെ അനിയത്തിയും ഇളയച്ചനും കൂടി വരുന്നുണ്ട് പറഞ്ഞിട്ട് കോൾ വന്നു. അപ്പോഴേക്കും ഏട്ടൻ വേഗം എന്താ ചെയ്യാന്നറിയാണ്ട് അവിടുന്ന് വന്ന് പാലക്കാട് പന്നി ഇറച്ചി എടുക്കാൻ വേണ്ടി പോയി. അതോ പാലക്കാട് ഏട്ടൻ ഒരു മണ്ടത്തരം ചെയ്തത്, ആദ്യം തന്നെ ലുലുവിൽ പോയിട്ടോ. അവിടെ പോയി നോക്കുമ്പോൾ ഇല്ല, ഏട്ടന് ഓർമ്മയില്ലാതെ പോയതാണ്. പിന്നെ എവിടേക്കോ ചുറ്റിക്കറങ്ങി എങ്ങനെയൊക്കെയോ പന്നിയൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് കഴുകി, എന്താ പറയുക, അതാ അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. തീയൊക്കെ കത്തിച്ച് ആളാണ് ഇന്ന് കുക്കിംഗ് മാസ്റ്റർ കേട്ടോ. നന്നായി വെക്കും, പൊങ്ങച്ചം പറയല്ല കേട്ടോ. നല്ല കറിയൊക്കെ ഭയങ്കര സ്റ്റൈലിൽ വെക്കും കേട്ടോ. പിന്നെ അതാ പന്നിയുടെ ആ ഇറച്ചിയുടെ വെള്ള മാത്രം ആദ്യമായിട്ടൊന്ന് നമുക്ക് അതിൻ്റെ കൊഴുപ്പ് കളയണമല്ലോ. നല്ല എണ്ണ മയമാണ്, കൊഴുപ്പാണ് അല്ലേ. അപ്പോൾ ഒരു എന്താ പറയുക, ആദ്യം തന്നെ പറയാം, ഒരു എന്താണ് പറയുക, മുൻകൂട്ടി എടുത്ത ഒരു വീഡിയോ അല്ല. ഒന്നും നമ്മൾ പെട്ടെന്ന് വെക്കുന്ന കണ്ടപ്പോൾ ഞാൻ എടുത്താണ് ഏട്ടാ. അങ്ങനെ എടുക്കാൻ അയക്കില്ല, അതുകൊണ്ട് ഒരു എന്താ പറയുക തീരുമാനമില്ല. അതുകൊണ്ട് അടുക്കളയൊന്നും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ, പെട്ടെന്നായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ. പിന്നെ ചിക്കന് മാക്സിമം കറികളൊക്കെ ഞങ്ങൾ അടുപ്പിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഏട്ടൻ്റെ കുക്കിംഗ് ആണ്. അപ്പോൾ ആ പന്നിയുടെ കൊഴുപ്പൊക്കെ നന്നായി ചൂടാക്കി വരട്ടിയ ശേഷം ബാക്കിയുള്ള പീസുകളും കഷ്ണങ്ങളും അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ നന്നായി ഇളക്കി ചുരുട്ടിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഇതിൽ ചേർക്കുന്നത് പറഞ്ഞാൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക്, ജീരകം പൊടി, ഇത് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. വേറെ ഒരു മസാലക്കൂട്ടങ്ങളോ അല്ലാണ്ട് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഇങ്ങനെ വെച്ചാൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ്, ഒരു നാടൻ രുചിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആണുങ്ങൾ എന്ത് കറി വെച്ചാലും ഒരു ചമ്മന്തി അരച്ചാൽ കൂടി അതൊരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നമ്മളെ എന്താ പറയുക, പെണ്ണുങ്ങളെയും വെച്ച് നന്നായിട്ടൊരു അവരുടെ ഒരു പാചകം അറിയും. അവർ ചിലപ്പോൾ ഒന്നും ചേർക്കുന്നുണ്ടാവില്ല, എന്നാലും അതൊരു കൈപ്പുണ്യമാണ്. ആണുങ്ങൾ വെച്ചാൽ നല്ല ടേസ്റ്റാണ്, എനിക്ക് അനുഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ കുരുമുളക്, ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് ഇതാ നമ്മൾ മല്ലിപ്പൊടി ചേർത്തു. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല ചുരുട്ടിയെടുക്കണം. കണ്ടില്ല, അതിൽ കൊഴുപ്പ് നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഇത് കുക്കറിലിട്ട് വേവിച്ചിട്ട് അങ്ങനെയും വെക്കാം. കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ആ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമുക്കിത് സാധനങ്ങൾ ബാക്കിയുള്ളത് ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഏട്ടൻ എപ്പോഴും ഇങ്ങനെയാണ് വെക്കുക കേട്ടോ. അടുപ്പിൽ നന്നായിട്ടൊന്ന് എന്താ പറയുക ചുറ്റിയെടുത്തിട്ടാണ് വെക്കാറ്. അപ്പോൾ ലേശം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം വീഡിയോ എടുത്തില്ല, കാരണം ഏട്ടൻ എന്നെ ചീത്ത പറയുന്നുണ്ടായിരുന്നു. എടുത്തിട്ട് നിന്നെ ഞാൻ വന്നിട്ട് ചീത്ത പറഞ്ഞിട്ട് ഏട്ടന് അതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്നാലും എൻ്റെ അനിയത്തിയൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് എടുക്കാനൊന്ന് കൂട്ടുനിന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അടച്ചു കൊടുത്ത് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഇതാ തിള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നന്നായി ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടാ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഉപ്പ് നോക്കണം കേട്ടോ. നമുക്ക് എക്സ്പ്രഷൻ നോക്കാം കേട്ടോ. ഉപ്പ് നോക്കുമ്പോൾ ഇപ്പം ലേശം ഉപ്പ് കുറവുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ചും കൂടി ആൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പ്. രണ്ടാം പ്രാവശ്യം നോക്കി അങ്ങനെ ഇട്ട് ഉപ്പൊക്കെ ചേർത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി എന്താ പറയുക കട്ട പിടിക്കും, അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ കൊഴുപ്പല്ല, അങ്ങനെ എണ്ണയാണ് കണ്ടില്ലേ. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ നമുക്ക് നെയ്യിലാണെങ്കിലും ശരി എണ്ണയിലാണെങ്കിലും ഇത്തിരി തേങ്ങ കൊത്തെടുത്ത് വതക്കിയിട്ടൊന്ന് ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഏട്ടന് അതൊന്നും ഇഷ്ടമല്ല, സാധാ ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ തേങ്ങ കൊടുത്ത് ഏട്ടൻ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ വെക്കണവരുണ്ടെങ്കിൽ ഒന്ന് വെക്കുക കേട്ടോ. ഇതാ ഇവിടെ കറിയൊക്കെ ആയിട്ടുണ്ട്. സമയത്ത് തന്നെ എൻ്റെ പിന്നെ 2-3 റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. വല്യച്ഛൻ്റെ മോനും അതേപോലെ എൻ്റെ നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു.
എൻ്റെ ആങ്ങളുടെ ഭാര്യ. പിന്നെ എൻ്റെ ഇവിടെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയും അതേപോലെ ഭർത്താവും അവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അന്ന് സൺഡേ പറഞ്ഞ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ദാ അവിടെ നെയ്ച്ചോറുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും അതേപോലെ പന്നിയിറച്ചിയും ഒരു നാടൻ പന്നിക്കറി റെസിപ്പി എന്ന് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഏട്ടൻ്റെ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണിത്. അപ്പോൾ ബൈ.